നമസ്കാരം, ന്യൂസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF BJP ഐക്യത്തോടൊപ്പം ഇത്തവണ SDPI കൂടി ചേർത്ത് പിടിച്ചാണ് CPIM മത്സരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് മുൻ നഗരസഭാ അധ്യക്ഷൻ കൂടിയായ ഇല്ലിക്കൽ കുഞ്ഞുമോൻ ഇത്തവണ മാറ്റം അനിവാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ താൻ G സുധാകരനെ പിന്തുണയ്ക്കുമെന്നും ഇല്ലിക്കൽ കുഞ്ഞുമോൻ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ആലപ്പുഴ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി ലീഗൽ സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ അധ്യക്ഷൻ പ്രകാശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. BJPയുമായി CPIM ധാരണയുണ്ടാക്കിയാണ് പിണറായിയുടെ നേതൃത്വത്തിൽ തുടർഭരണം വന്നതെന്ന് രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF BJP ഐക്യത്തോടൊപ്പം ഇത്തവണ SDPI കൂടി ചേർത്താണ് CPIM മത്സരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF BJP ഐക്യത്തോടൊപ്പം ഇത്തവണ SDPI കൂടി ചേർത്ത് പിടിച്ചാണ് മത്സരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ BJPയും CPIM തമ്മിലുള്ള ഐക്യത്തോടൊപ്പം SDPI കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അധികാരം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടപ്പോഴാണ് SDPI കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമോ എന്നുള്ള ഒരു പരീക്ഷണം CPM നടത്തുന്നത്. ഇതിൽ ഇടതുപക്ഷ മുന്നണിയിലെ കക്ഷികൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. SDPI പോലെ പ്രസ്ഥാനങ്ങളെ, PDP പോലുള്ള പ്രസ്ഥാനങ്ങളെ കൂടെ നിർത്തിയായാലും ഏത് വിധേനയും അധികാരം കൈയാളുക എന്നത് മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനം. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ ആളുകളുമായിട്ട് സന്ധി സംഭാഷണം നടത്താൻ പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഒരു മടിയുമില്ല. ഇപ്പോഴും നമ്മുടെ കർണപുടങ്ങളിൽ പ്രതിഫലിക്കുന്നത് അഭിമന്യുവിന്റെ അമ്മയുടെ വാക്കുകളാണ്. അധികാരം നഷ്ടപ്പെടുമെന്ന കാര്യം ബോധ്യപ്പെട്ടപ്പോഴാണ് SDPI കൂടെ നിർത്താനുള്ള പരീക്ഷണം CPIM നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയും അഭിപ്രായ വ്യത്യാസവുമുണ്ട്. SDPI PDP അടക്കമുള്ള കക്ഷികളുടെ കൂടെ നിർത്തി അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയനുള്ളത്. അഭിമന്യുവിനെ കൊന്നയാളുമായി സന്ധി സംഭാഷണം നടത്താൻ പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഒരു മടിയുമില്ല എന്നും ഇപ്പോഴും അഭിമന്യുവിന്റെ അമ്മയുടെ വാക്കുകൾ ഓരോരുത്തരുടെയും കർണപടങ്ങളിൽ അലയടിക്കുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് മുൻ നഗരസഭാ അധ്യക്ഷൻ കൂടിയായ ഇല്ലിക്കൽ കുഞ്ഞുമോൻ പറഞ്ഞു. ഇത്തവണ മാറ്റം അനിവാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ താൻ G സുധാകരനെ പിന്തുണയ്ക്കുമെന്നും ഇല്ലിക്കൽ കുഞ്ഞുമോൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് മുൻ നഗരസഭാ അധ്യക്ഷൻ കൂടിയായ ഇല്ലിക്കൽ കുഞ്ഞുമോൻ അഭിപ്രായപ്പെട്ടു. ഇത്തവണ മാറ്റം അനിവാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ താൻ G സുധാകരനെ പിന്തുണയ്ക്കുമെന്നും ഇല്ലിക്കൽ കുഞ്ഞുമോൻ പറഞ്ഞു. കേവലം അമ്പലപ്പുഴ മണ്ഡലത്തിൽ മാത്രമല്ല, മറിച്ച് ജില്ലയിലാകമാനം UDFന്റെ വിജയത്തിനായി തന്നെ കൊണ്ടാവും വിധം പ്രവർത്തിക്കുമെന്നും ഇല്ലിക്കൽ കുഞ്ഞുമോൻ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDF ഭരണം ഒരു തികഞ്ഞ പരാജയമായിരുന്നു. ഒരു മാറ്റം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സാഹചര്യത്തിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന G സുധാകരൻ, അതായത് ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി UDFന്റെ പിന്തുണയോടെ മത്സരിക്കുകയാണ്. G സുധാകരൻ സാറിനും അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥികൾക്കും പിന്തുണ കൊടുക്കാനുള്ള തീരുമാനം ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനായ G സുധാകരൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കെല്ലാം അറിയാം. അദ്ദേഹം അമ്പലപ്പുഴ MLA ആയിരുന്നൊരു കാലഘട്ടം. അദ്ദേഹം
പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. നമ്മുടെ എല്ലാം ഒരു സുവർണ കാലഘട്ടമായിരുന്നു നമ്മുടെ പട്ടണത്തിന്. ഒരു തിരിച്ചുവരവിൻ്റെ, ഒരു വികസനത്തിൻ്റെ, ക്ഷേമപ്രവർത്തനങ്ങളിലെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ഒരു തിരിച്ചുവരവിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആ ഒരു സമയം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന ജി സുധാകരൻ വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആലപ്പുഴ ബൈപ്പാസുമായി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, ആധുനിക രീതിയിലുള്ള റോഡിന്റെ നിർമ്മാണം, മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളുടെ വികസനമടക്കം അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി നടന്നിരുന്നു. അഴിമതിരഹിതമായ ഭരണം കാഴ്ചവെച്ച ജി സുധാകരനെ പോലെയുള്ള ഒരാൾ തീർച്ചയായും നിയമസഭയിൽ ഉണ്ടാകേണ്ടത് കേവലം അമ്പലപ്പുഴയിലെ ജനങ്ങളുടെ മാത്രം ആവശ്യമല്ല, മറിച്ച് സംസ്ഥാനത്തെ എല്ലാ മലയാളികളുടെയും ആഗ്രഹമാണെന്നും അതുകൊണ്ട് തന്നെ തന്റെയും തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി പേരുടെയും നിരുപാധിക പിന്തുണ ജി സുധാകരനും ജില്ലയിലെ UDF-നും ഉണ്ടാകുമെന്നും ഇല്ലിക്കൽ കുഞ്ഞുമോൻ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷനും കൺവെൻഷന്റെ ഭാഗമായി ലീഗൽ സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ അധ്യക്ഷൻ പ്രകാശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നിയമത്തിന്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന നീതിയെ മോചിപ്പിക്കുക, അടിച്ചമർത്തപ്പെട്ടവരുടെ വിലാപങ്ങൾക്കും നീതി നിഷേധിക്കപ്പെട്ടവരുടെ കണ്ണുനീരിനും മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ആലപ്പുഴ ജില്ലാ കൺവെൻഷനും കൺവെൻഷന്റെ ഭാഗമായുള്ള ലീഗൽ സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ അധ്യക്ഷൻ പ്രകാശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മിഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജോസ് ആറാത്തുംപള്ളി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ PP രാജീവ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മിഷൻ ദേശീയ ട്രഷറർ രവീന്ദ്രൻ കണ്ണങ്കൈ മുഖ്യ പ്രഭാഷണം നടത്തി. മിഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് NJ ചന്ദ്രൻ ലീഗൽ സെമിനാറിന് ക്ലാസ് നയിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ സിന്ധു പരമേശ്വരൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ യോഹന്നാൻ തരകൻ, ജില്ലാ സെക്രട്ടറി സീമ ശാന്തപ്പൻ എന്നിവർ സംസാരിച്ചു. ഒരു സംവിധാനം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പാടില്ല. ഒരു സ്വമേധയാത്ത കേസ് എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ആ സ്ഥലത്തുള്ള സ്റ്റേഷന്റെ ചാർജുള്ള സ്റ്റേഷൻ SH ആയിരിക്കും. നമ്മൾ പറയാറുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അല്ലെങ്കിൽ DGPക്ക് പരാതി കൊടുത്തു, അതിന്റെ കൂടെ കണ്ടവർക്ക് എല്ലാം പരാതി കൊടുത്തു എന്ന് പറയുന്നെങ്കിൽ പോലും ആ പരാതികൾ എവിടെയാണ് വരുന്നത്, എവിടെ നിന്നാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളുടെ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൽ പ്രവർത്തിക്കുന്നവർ കൃത്യമായിട്ട്. പക്ഷെ അന്നത്തെ 2008 ഇത് തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻ ലോകസഭാ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാര്യ, അന്ന് അദ്ദേഹം സെക്രട്ടറിയായിരുന്നു, അതിനുശേഷം സെക്രട്ടറി ജനറലായി. ആ സമയങ്ങളിലെല്ലാം ഈ BJP-യുമായി CPIM ധാരണ ഉണ്ടാക്കിയാണ് പിണറായിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ തുടർഭരണം വന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. BJP-യുമായി ധാരണ ഉണ്ടാക്കിയാണ് തുടർഭരണം നേടിയത്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാകരുതെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഗ്രഹം. രണ്ടാഗ്രഹങ്ങളും ഒന്നിച്ചു ചേർന്നപ്പോൾ അവർ തമ്മിലുള്ള ഐക്യത്തിന്റെ പാലം വളരെ എളുപ്പമായി. അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA കക്ഷികളുടെ വോട്ടുകൾ BJPയുടെ വോട്ടുകളും മറിച്ചു കൊടുത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉണ്ടായത്. അതേ സ്ട്രാറ്റജി ഇപ്പോഴും തുടരുകയാണ്. ഒരു ഭാഗത്തെ SDPI PDP പോലെയുള്ള തീവ്ര ശക്തികളുടെ സഹായം തേടുകയും മറുഭാഗത്ത് BJPയുമായി ചേർന്ന് വോട്ട് കച്ചവടം നടത്തുകയും ചെയ്യുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 2020 അത് കിഴക്കമ്പലത്ത് മാത്രമുള്ളൊരു പാർട്ടിയാണ്, അല്ലെ കുന്നത്തുനാട് മാത്രമുള്ളൊരു പാർട്ടിയാണ്. അവർക്ക് 18ഓളം സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ആരാണ് മത്സരിക്കുന്നത് പോലും ആർക്കും അറിയില്ല. BJP-യുമായി CPIM ധാരണ ഉണ്ടാക്കിയാണ് പിണറായിയുടെ നേതൃത്വത്തിൽ തുടർഭരണം വന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക്
മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് മുക്ത ഭാരതമാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണമോ മുഖ്യമന്ത്രിയോ ഉണ്ടാകാൻ പാടില്ലെന്നാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. രണ്ടാഗ്രഹങ്ങളും ഒന്നിച്ചു ചേർന്നപ്പോൾ അവർ തമ്മിലുള്ള ഐക്യത്തിന്റെ പാലം വളരെ എളുപ്പമായി. അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ടുകൾ LDF-ന് മറിച്ചുകൊടുത്ത് തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം നേടിയതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഒരു ഭാഗത്ത് SDPI PDP പോലുള്ള തീവ്രശക്തികളുടെ സഹായം തേടുകയും മറുഭാഗത്ത് BJP-യുമായി ചേർന്ന് വോട്ട് കച്ചവടം നടത്തുകയും ചെയ്യുന്ന നിലപാടാണ് CPIM-ഉം LDF-ഉം സ്വീകരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF BJP ഐക്യത്തോടൊപ്പം ഇത്തവണ SDPI കൂടി ചേർത്ത് പിടിച്ചാണ് CPIM മത്സരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് മുൻ നഗരസഭാ അധ്യക്ഷൻ കൂടിയായ ഇല്ലിക്കൽ കുഞ്ഞുമോൻ ഇത്തവണ മാറ്റം അനിവാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ താൻ G. സുധാകരനെ പിന്തുണയ്ക്കുമെന്നും ഇല്ലിക്കൽ കുഞ്ഞുമോൻ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ആലപ്പുഴ ജില്ലാ കൺവെൻഷന്റെ ഭാഗമായി ലീഗൽ സെമിനാറും സംഘടിപ്പിച്ചു. ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ദേശീയ അധ്യക്ഷൻ പ്രകാശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. BJP-യുമായി CPIM ധാരണ ഉണ്ടാക്കിയാണ് പിണറായിയുടെ നേതൃത്വത്തിൽ തുടർ ഭരണം വന്നതെന്ന് രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.